വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ എത്ര വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകൾ ഏൽപ്പിച്ചു? ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 40. ക്വസ്റ്റ്യൻ നമ്പർ 2. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ആരാണ്? നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വന്ധ്യ. ക്വസ്റ്റ്യൻ നമ്പർ 3. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 ഡാഷ് വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വെള്ളി നാണയവും. ക്വസ്റ്റ്യൻ നമ്പർ 4. ആര് അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റ കൊടുത്തു? അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ന്യായാധിപന്മാർ 19 കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വൃദ്ധൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ എവിടെ അടക്കപ്പെട്ടു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗിലെയാദിൽ. ക്വസ്റ്റ്യൻ നമ്പർ 6. എവിടെ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു? ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ പൊടിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 7. അവർ ജബൂസിന് അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ ഡാഷ് പറഞ്ഞു, നമുക്ക് ജബൂസിയരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. ന്യായാധിപന്മാർ 19 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യജമാനനോട്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിനെയും ഡാഷ് കൊടുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദശാംശം. ക്വസ്റ്റ്യൻ നമ്പർ 9. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ എന്ത് ചെയ്തിരിക്കുന്നു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൃഢപ്രതിജ്ഞ. ക്വസ്റ്റ്യൻ നമ്പർ 10. ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ കർത്താവിന്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ആരുടെ കൈകളിൽ ഏൽപ്പിച്ചു? ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 12. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ ആരുടെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പിതാവിൻ്റെ.
ക്വസ്റ്റ്യൻ നമ്പർ 13. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീല മുതൽ ഇവിടം വരെയും ഡാഷ് പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദായിലെങ്ങും. ക്വസ്റ്റ്യൻ നമ്പർ 14. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ എന്തനുഭവിക്കുന്നത്. പ്രഭാഷകൻ 40 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിന്ദ. ക്വസ്റ്റ്യൻ നമ്പർ 15. ആരുടെ അനുഗ്രഹങ്ങളെ പ്രതിയാണ് ജനങ്ങൾ ദാവീദിനെ സ്തുതിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 16. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രത്തിലെ നേതാക്കന്മാരും ദൈവജനത്തിന്റെ സഭയിൽ ഡാഷ് ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹാജരായി. ക്വസ്റ്റ്യൻ നമ്പർ 17. ഫിലിസ്ത്യർ ചെന്ന് അവളെയും ആരെയും അഗ്നിക്കിരയാക്കി. ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവിനെയും. ക്വസ്റ്റ്യൻ നമ്പർ 18. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ എന്തിനായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സത്പ്രവർത്തികൾക്കായി. ക്വസ്റ്റ്യൻ നമ്പർ 19. മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ എന്ത് ചെയ്യണം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശുശ്രൂഷ. ക്വസ്റ്റ്യൻ നമ്പർ 20. യേശു ദിവസവും എവിടെയാണ് പഠിപ്പിച്ചിരുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് ഡാഷ് വെള്ളി നാണയങ്ങൾ എടുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 200 വെള്ളി നാണയങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 22. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ ഡാഷ് ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുച്ഛിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇസ്രായേൽക്കാർ എവിടെ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെന്യാമീൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല. ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 24. ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുൻപിൽ എന്ത് പ്രവർത്തിക്കുക. പ്രഭാഷകൻ 41:18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിന്മ. ക്വസ്റ്റ്യൻ നമ്പർ 25. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ആരിൽ നിന്നാണ് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇസ്രായേൽ ജനത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 26. പാപികളുടെ ആര് മ്ലേച്ഛ സന്തതികളാണ്. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സന്താനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 27. സാംസൺ ഡാഷ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗോതമ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 28. സാംസൺ പാതിരാ വരെ കിടന്നു, പിന്നെ എഴുന്നേറ്റു. പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് എവിടെ വച്ച് ഹെബ്രോന്റെ മുന്നിലുള്ള മലമുകളിലേക്ക് പോയി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തോളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും
ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള ഡാഷ് തീർപ്പാണ് ഇത്. പ്രഭാഷകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 30. പുരുഷന്മാരെയും ആരെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരിക്കുന്നു. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്ത്രീകളെയും. ക്വസ്റ്റ്യൻ നമ്പർ 31. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ആരുടെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുക എന്നാണ് പൗലോസ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 32. ദൈവത്തിൻ്റെ ആലയം ശീലോയിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ എന്ത് അവർ അവിടെ പ്രതിഷ്ഠിച്ചു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കൊത്തുവിഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 31. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്കൊരു പിതാവും പുരോഹിതരും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും ഡാഷ് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 10. ക്വസ്റ്റ്യൻ നമ്പർ 32. പൂർവ്വപിതാക്കന്മാരുടെ എന്താണ് അവരുടെ പിൻഗാമികളിൽ നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഐശ്വര്യം. ക്വസ്റ്റ്യൻ നമ്പർ 33. അത്യുന്നതന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി അപരാധനെ എന്ത് വിധിക്കുക? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കുറ്റം. ക്വസ്റ്റ്യൻ നമ്പർ 34. ഭൂതവും ഡാഷ് അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. പ്രവാചകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭാവിയും. ക്വസ്റ്റ്യൻ നമ്പർ 35. എങ്ങനെ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടാണ് ജനങ്ങൾ ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 10,000ങ്ങളുടെ മേൽ. ക്വസ്റ്റ്യൻ നമ്പർ 36. കുഞ്ഞുങ്ങളെ എന്ത് പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉപദേശങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 37. പ്രധാന പുരോഹിതൻ ശിമയോന്റെ പിതാവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഓനിയാസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 38. കുറെ നാൾ കഴിഞ്ഞു സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് എന്തുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഒരാട്ടിൻകുട്ടിയുമായി. ക്വസ്റ്റ്യൻ നമ്പർ 39. സാംസൺ പോയി എത്ര കുറുനരികളെ പിടിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 300. ക്വസ്റ്റ്യൻ നമ്പർ 40. ദൈവം ലോഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു, അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി, അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് ഡാഷ് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പേര്. ക്വസ്റ്റ്യൻ നമ്പർ 41. അവൻ ഭൃത്യന്മാരിൽ എത്ര പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 10. ക്വസ്റ്റ്യൻ നമ്പർ 42. ലേവ്യനും കൂടെയുള്ളവനും യാത്ര ചെയ്ത് ഏതു ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 43. ദൈവഭയമില്ലാത്ത ആരെ മക്കൾ
കുറ്റപ്പെടുത്തും? പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പിതാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 44. ഗിലെയാദുകാരനായ ജഫ്ത എങ്ങനെയുള്ള സേനാനിയായിരുന്നു? പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശക്തനായ. ക്വസ്റ്റ്യൻ നമ്പർ 45. ദൈവത്തിൻ്റെ ആലയം എവിടെയായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തു വിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഷീലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 46. അഹറോന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള എന്താണ് അണിയിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കിരീടം. ക്വസ്റ്റ്യൻ നമ്പർ 47. ദൈവം ലോഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ഡാഷ് പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ചു ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജലം. ക്വസ്റ്റ്യൻ നമ്പർ 48. യുവതിയുടെ പിതാവ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിയുക, നിന്റെ ഹൃദയം ഡാഷ് ആകട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സന്തുഷ്ടമാകട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 49. ആ തിമ്നാക്കാരൻ്റെ മരുമകനായ ഡാഷ് അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത്. ന്യായാധിപന്മാർ 15 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 50. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ എന്ത് നിലനിർത്താനാണ് ജാഗരൂകരായിരിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആത്മാവിൻ്റെ ഐക്യം. ക്വസ്റ്റ്യൻ നമ്പർ 51. ജഫ്തായുടെ മകൾ പർവ്വതങ്ങളിൽ ആരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യകാത്വത്തെപ്പറ്റി വിലപിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഖിമാരോടൊപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 52. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലെയാദിലെ നിവാസികളെ എന്ത് ചെയ്യണം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വാളിനിരയാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 53. പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർ ആരെ ഭയപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 54. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ആരെയാണ് കർത്താവ് ഉയർത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മോശ. ക്വസ്റ്റ്യൻ നമ്പർ 55. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊല്ലാൻ സാംസണ് എങ്ങനെ കഴിഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 56. മൂന്നാമത്തേത് ജനതയെയല്ല എന്ന് പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് എവിടെ വസിക്കുന്നവരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സെയിർ മലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം എത്ര സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 60. ക്വസ്റ്റ്യൻ നമ്പർ 58. പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ ഡാഷ് നോക്കുന്നതിലും പ്രഭാഷകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ,
അഭിലാഷപൂർവം. ക്വസ്റ്റ്യൻ നമ്പർ 59. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ഡാഷ് യൂദായിലെ ഒരു ബേത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലേവ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 60. ഡാഷ് പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 62. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ ഡാഷ് ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുച്ഛിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 63. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ എന്തിൻ്റെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കഴുതക്കുട്ടിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 64. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു ഡാഷ് പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവും. ക്വസ്റ്റ്യൻ നമ്പർ 65. എന്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. പ്രഭാഷകൻ 42 നിന്ന് പറയുന്നത്. ടി, വസ്ത്രത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. പൂർവ്വപിതാക്കന്മാരുടെ അവകാശം ആരിൽ നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മക്കളുടെ മക്കളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. തങ്ങളുടെ ഏതു ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി. ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഹോദര. ക്വസ്റ്റ്യൻ നമ്പർ 68. ചുഴലിക്കാറ്റ് ആരെയാണ് വലയം ചെയ്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഏലിയ. ക്വസ്റ്റ്യൻ നമ്പർ 69. സംപൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുത്രന്മാരിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 70. ആർക്ക് നല്ല ശിക്ഷണം നൽകുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 71. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊല്ലാൻ സാംസണിന് എങ്ങനെ കഴിഞ്ഞു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 72. ദൈവം ലോഹിയിലുള്ള ഡാഷ് ഒരു സ്ഥലം തുറന്നു, അതിൽ നിന്ന് ജലം പുറപ്പെട്ടു, അവൻ വെള്ളം കുടിച്ചു, ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പൊള്ളയായ. ക്വസ്റ്റ്യൻ നമ്പർ 73. ഡാഷ് ദൈവമായ കർത്താവെ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്ക വണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേലിൻ്റെ.
ക്വസ്റ്റ്യൻ നമ്പർ 74. ഗിബെയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്ത് ചെയ്യാമെന്നാണ് ജനം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ശബ്ദം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 75. എന്തിനരികെയുള്ള ബേസ്ഫഗെ, ബദാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒലിവ് മലയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 76. ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ആരോടാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുഞ്ഞുങ്ങളോട്. ക്വസ്റ്റ്യൻ നമ്പർ 77. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ. നിങ്ങളുടെ ഈ യാത്രയിൽ ആര് നിങ്ങളെ സംരക്ഷിക്കും? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 78. അവനോട് കൂടെ താമസിക്കാൻ ലേവ്യന് ഡാഷ് ആ യുവാവ് അവന് പുത്രനെ പോലെ ആയിരുന്നു? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സന്തോഷമായി. ക്വസ്റ്റ്യൻ നമ്പർ 79. മനുഷ്യരെയും മൃഗങ്ങളെയും ഡാഷ് കണ്ട എല്ലാത്തിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീ വെച്ചു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കണ്ണിൽ. ക്വസ്റ്റ്യൻ നമ്പർ 80. മിക്കായുടെ സ്വദേശം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എഫ്രായിം മലനാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 81. ആയിടെ ചത്ത ഒരു കഴുതയുടെ ഡാഷ് കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, താടിയല്ല്. ക്വസ്റ്റ്യൻ നമ്പർ 82. പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും? അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സന്താനങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 83. നൂനിൻ്റെ പുത്രനാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജോഷുവ. ക്വസ്റ്റ്യൻ നമ്പർ 84. പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർ ആരെ ഭയപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 85. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് എന്താണെന്ന് പ്രഭാഷകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 86. ഏത് ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു? അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ന്യായാധിപന്മാർ 13 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 87. വിശ്വാസം വഴി ആര് നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 88. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ശൗര്യക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ആരെ പറ്റിയാണ് കർത്താവിൻ്റെ ദൂതൻ ഇത് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 89. ആയിടെ ചത്ത ഒരു ഡാഷ് താടിയില കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 5000 പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കഴുതയുടെ.
ക്വസ്റ്റ്യൻ നമ്പർ 90. എഫ്രൈംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ജോർദാന്റെ എവിടം പിടിച്ചെടുത്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടവുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 91. മ്ലേച്ഛതയും ചാപ്പല്യവും വ്യർത്ഥ ഭാഷണവും നമുക്ക് യോജിച്ചതല്ല. പകരം എന്താണ് നമുക്ക് ഉചിതം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൃതജ്ഞതാ സ്തോത്രം. ക്വസ്റ്റ്യൻ നമ്പർ 92. കുറേ നാൾ കഴിഞ്ഞ് സാംസൺ എന്ത് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗോതമ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഫിലിസ്തീയരുടെ കാലത്ത് 20 വർഷം സാംസൺ എവിടെ ന്യായാധിപനായിരുന്നു? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 94. എന്തിനെ ഭയപ്പെടേണ്ട? പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മരണവിധിയെ. ക്വസ്റ്റ്യൻ നമ്പർ 95. ഇസ്രായേൽ ഡാഷ് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 96. ദുർമോഹത്തോടെ നോക്കുന്നതിലും ലജ്ജിക്കണം. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അന്യൻ്റെ ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 97. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് എന്ത് നിറഞ്ഞിരിക്കുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കെട്ടിടം. ക്വസ്റ്റ്യൻ നമ്പർ 98. ദൈവഭയമില്ലാത്ത പിതാവിനെ ആരാണ് കുറ്റപ്പെടുത്തുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 99. എന്ത് കവചം ധരിച്ചാണ് ഉറച്ചു നിൽക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നീതിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 100. യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ആരെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിശുക്കളെ. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനമായ ലോഗോസ് ക്ലബ് അംഗത്വമുള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവയൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് ക്വിസിനൊരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവയൽ ആപ്പിലേക്ക് സ്വാഗതം.